Hello everyone, welcome to EduPod. It's me and Nafi. Yes, ഇപ്പോൾ നിങ്ങൾ പല ആളുകളും +1 അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് +1 അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക, നിങ്ങൾ +1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ +1 ഏതെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആളുകളും ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിലായിരിക്കില്ല സ്കൂൾ കൊടുത്തിട്ടുണ്ടാവുക, ചില ഗ്രേസ്, ചില ബോൺ അല്ലെങ്കിൽ ചില ക്ലബ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ NCCയിലും JRCയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യം അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ സെയിം സ്കൂളാണ് പഠിച്ചിട്ടുണ്ടാവുക, പക്ഷെ അത് ടിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ചെറിയ 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 മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ അവരുടെ ഒക്കെ ആഗ്രഹമാണ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ. ആ എഡിറ്റിംഗ് ഓപ്ഷൻ എല്ലാ കൊല്ലവും ഗവൺമെൻറ് നമുക്ക് തരാറുണ്ട്. അതായത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് ഓർത്ത് വെച്ചോ, മെയ് 24-നാണ് നിങ്ങൾക്ക് എന്ത് തരിക, ട്രയൽ അലോട്ട്മെൻറ്റ് തരിക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം എല്ലാ കൊല്ലവും ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത +1 അലോട്ട്മെൻറ്റ് ഫോം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് എല്ലാ തവണയും തരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഗവൺമെൻറ് ആ സമയത്ത് ഒരു സർക്കുലർ ഇറക്കും, അത് നമുക്ക് മനസ്സിലാവുള്ളൂ. പൊതുവേ സ്കൂളുകളുടെ ഓർഡർ നിങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷൻ തരും. അതേപോലെ നിങ്ങൾക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അങ്ങനെ പൊതുവേ എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പുതിയ സർക്കുലർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഒഫീഷ്യലായി പറയാൻ പറ്റുള്ളൂ. പൊതുവേ ഒരുവിധം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇക്കൊല്ലത്തെ സർക്കുലർ ഒരു മെയ് 23 ട്രയൽ അലോട്ട്മെൻറ്റ് തലേന്നായിരിക്കും സർക്കുലർ വരെ എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എഡിറ്റിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, എല്ലാ കൊല്ലവും ഗവൺമെൻറ് തരാറുണ്ട്. ഇക്കൊല്ലം ഗവൺമെൻറ് നമുക്ക് തരുന്നത് നമുക്ക് പ്രത്യാശിക്കാം, അങ്ങനെ ഒഴിവാക്കുന്നില്ല. ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഒക്കെ പറ്റിപ്പോകും. പക്ഷേ ആ എഡിറ്റിന് ശേഷം പിന്നെ മറ്റൊരു എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മറ്റൊരു എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ മിസ്റ്റേക്ക് പറ്റിയൊരു ട്രയൽ അലോട്ട്മെൻറ്റിന് കറക്റ്റായിട്ട് ശരിയാക്കാം. അതിൻ്റെ സർക്കുലർ വന്നതിന് ശേഷം ഏതൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സർക്കുലർ വന്നതിന് ശേഷം നിങ്ങൾ അറിയിക്കാം. അതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. EduPod +1 എന്നുള്ള ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം EduPod +1 ചാനലിലൂടെയാണ് നമ്മൾ +1ൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ തരും. അപ്പോൾ ഓർത്ത് വെച്ചോ, EduPod +1. ഇനി നിങ്ങൾക്ക് SSLCയിൽ എത്ര മാർക്കാണെങ്കിലും മാർക്കിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ EduPodൻ്റെ കൂടെ നിങ്ങൾക്ക് +1 സയൻസ് പഠിക്കാം, കൊമേഴ്സ് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് പഠിക്കാം, +1 സയൻസ് വിത്ത് JEE പഠിക്കാം, +1 സയൻസ് വിത്ത് നീറ്റ് പഠിക്കാം, +1 സയൻസ് വിത്ത് കീം പഠിക്കാം. എല്ലാത്തിനുള്ള ഓപ്ഷൻ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ താഴെ ഒരു നമ്പർ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയാലൊന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കണം. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാൻ ഞാൻ അവിടെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ EduPodൻ്റെ കൂടി നിങ്ങൾ +1 പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ ഏറ്റവും ഉത്തമം കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെച്ചോ, ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.